الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدي والذي هو يطعمني ويسقي وإذا مرضت فهو يشفي والذي يميتني ثم يحيي والذي يطمع أن يغفر لي خطيئتي يوم الدين സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖികളും വഹീദുകളുമായി ജീവിക്കുവാനും മരിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേതായ വാചകങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറായിലെ 77 മുതൽ 82 വരെയുള്ള വചനങ്ങളിൽ പ്രതിപാദിച്ചതാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വ്യക്തമായ ഒരു സന്ദേശമാണ് ആ വചനങ്ങളിലൂടെ നൽകുന്നത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, അതെല്ലാം എന്റെ ശത്രുക്കളാണ്, റബ്ബുൽ ആലമീനായ അള്ളാഹു ഒഴികെ. എന്തുകൊണ്ട്? അതിനൊരു 8ഓളം കാരണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിരത്തുകയാണ്. അത് അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ റബ്ബുൽ ആലമീനാണ്, എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നതും റബ്ബുൽ ആലമീനാണ്, അത് വേറൊരാൾക്കും കഴിയില്ല, അതുകൊണ്ട് അവരോടൊന്നും എനിക്ക് താല്പര്യമില്ല. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, എനിക്ക് ആഹാരം നൽകുന്നത് അവനാണ്, എനിക്ക് കുടിനീർ നൽകുന്നതും അവനാണ്, വേറൊരാൾക്കും അതിന് കഴിയില്ല, അതുകൊണ്ട് റബ്ബുൽ ആലമീൻ ഒഴികെ മറ്റാരോടും എനിക്ക് താല്പര്യമില്ല, അവരോടൊന്നും എനിക്ക് മമതയുമില്ല. വൈദാ മരിദതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവനാണ് എന്റെ രോഗം സുഖപ്പെടുത്തുന്നവൻ. വല്ലദീ യുമീതുനീ സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നതും അവൻ തന്നെയാണ്.
വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. പ്രതിഫല നാളിൽ ഏതൊരാളാണോ എന്റെ പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ ആ റബ്ബുൽ ആലമീൻ മാത്രമാണ്. അങ്ങനെ 8ഓളം കാരണങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിരത്തിയത്. 8ഉം പ്രതിപാദ്യ വിഷയങ്ങൾ തന്നെയാണ്, വിശദീകരണം ഉൾക്കൊള്ളുന്നതുമാണ്. പക്ഷേ അതിൽ നിന്ന് ഒന്ന് മാത്രം സാന്ദർഭികമായി വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒന്ന് മാത്രം പറയേണ്ടല്ലോ, അതിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള നിലയിൽ അർത്ഥം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല. വഇദാ മർദതു ഫഹുവ യശ്ഫി. രോഗം ബാധിച്ചാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇസ്ലാം വിരുദ്ധർ എല്ലാ നിലയിലും ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തിനും പരിശുദ്ധ ഇസ്ലാമിനെ പ്രതി ചേർക്കുക, മുസ്ലിമീങ്ങളെ ഇരകളാക്കി നിർത്തി വേട്ടയാടുക, ഇത് സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളുകളായി അത് ശക്തി പ്രാപിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് എങ്ങനൊക്കെ വടി കൊടുക്കാൻ കഴിയുമോ ആ വടി കൊടുത്ത് അടി വാങ്ങുന്ന സ്വഭാവമാണ് നമ്മിൽ പലർക്കും ഉള്ളത്. അങ്ങനെ ചെയ്യുന്നവരുടെ ചെയ്തി നിമിത്തം ഒരു സമൂഹത്തെ ഒന്നടങ്കം പ്രതി ചേർക്കപ്പെടുകയാണ്. ഒരു പരിശുദ്ധമായ സന്ദേശത്തെ മുഴുവൻ ഇകഴ്ത്തപ്പെടുകയാണ്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അവിടെ നമുക്കൊരു വാചകം പറയാനുള്ളത്, ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത ഇത്തരം കാര്യങ്ങൾ ഏതൊരു വ്യക്തികളാണോ അല്ലെങ്കിൽ ആ വ്യക്തികളെ പ്രതിദാനം ചെയ്യുന്നവരാണോ അവർക്ക് മാത്രം പരിമിതപ്പെടുത്തുക, ഇസ്ലാമിലേക്ക് അതിനെ വലിച്ചു നീട്ടാതിരിക്കുക എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിവാദം ചികിത്സയും ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനുമുണ്ട് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാട്. അതൊന്നും അറിയണമല്ലോ നമുക്ക്. അതുകൊണ്ടാണ് അതൊന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രസവാനന്തരം ഒരു സ്ത്രീ രക്തം വാർന്ന് ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു. അത് സാധാരണയായി സംഭവിക്കുന്നതാണ്. ആശുപത്രിയിലായാലും സംഭവിക്കും, വീട്ടിലായാലും സംഭവിക്കും, വ്യക്തമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായാൽ അതോടുകൂടി അങ്ങ് തീരേണ്ടതായിരുന്നു. അങ്ങനെ തീർന്നില്ല. തീരാതിരിക്കാൻ കാരണം ഇതൊരു വടിയായി കിട്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ. കാരണം നമ്മൾ ചികിത്സിക്കാൻ ആവശ്യപ്പെടുന്നവരല്ല, ചികിത്സിക്കാത്തവരാണ് എന്നൊക്കെയുള്ള വളരെ മോശമായ വിലയിരുത്തലുകൾ, വിശകലനങ്ങൾ നടന്നു. ആ വിശകലനങ്ങൾക്ക് ശക്തി പകരുന്ന നിലയിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചിലർ ചെയ്യുക കൂടി ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, അതുപോലെ തന്നെ യുനാനി ഉണ്ട്, പിന്നെ അക്യൂപങ്ചർ ഉണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ശേഷിയും കഴിവും പ്രത്യേകതയും സവിശേഷതയും പ്രതിഫലനവും ഒക്കെ ഉണ്ട് താനും. പക്ഷെ ഏതോ ഒന്നോ രണ്ടിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചില മന്ത്രങ്ങളോ അതുപോലുള്ള കാര്യങ്ങളിൽ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്ന താല്പര്യമുള്ള, അങ്ങനെ ആത്മീയതയെ വിറ്റ് കാശാക്കി ചൂഷണം ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ ഒരു നീക്കമുണ്ടായത് മറ്റൊന്നുമല്ല. ആ സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേക രാജ്യമാണ് എന്നൊക്കെ ചിലർ വിലയിരുത്തിയ സ്ഥലവുമാണ്. ആ ഒരവസ്ഥ വന്നതോടുകൂടി അതിന്റെ ശക്തി വർദ്ധിച്ചു. അത് മറ്റൊന്നുമല്ല, വീട്ടിൽ മാത്രം പ്രസവിച്ചിട്ടുള്ള ഉമ്മമാരുടെ സംഗമം നടത്തി. ആ സംഗമം നടത്തിയിട്ട് അവരെ ആദരിച്ചു, അവർക്ക് സ്വീകരണം നൽകി, അവർക്ക് ഉപഹാരം നൽകി. ആ വന്നവരെല്ലാം തന്നെ ഒന്നുകിൽ പർദ്ദ അണിഞ്ഞവരോ അല്ലെങ്കിൽ നിക്കാബ് അണിഞ്ഞവരോ മാത്രമാണ്. ഇതിൽ കൂടുതൽ ഇനി മറ്റുള്ളവർക്ക് കളിയാക്കാനും പരിഹസിക്കാനും ഇസ്ലാമിനെ ഇകഴ്ത്താനും നിന്ദിക്കാനും ഇനി ഒരു വടിയും നമ്മൾ കൊടുക്കേണ്ടതില്ല. ആ രൂപത്തിലുള്ള കാര്യമുണ്ട്. അതുമല്ല, മറ്റൊരു വിശേഷത കൂടി ഇതിനുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതും ഈ ലോകത്ത് നടക്കുന്ന സർവ്വകാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ മൂപ്പരാണ് എന്ന് യൂട്യൂബിലൂടെ ലോകത്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയുടെ 5ാമത്തെ പ്രസവത്തിലാണ് ഈ സംഭവം. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. എന്തിനും ലോകത്ത് ഇവിടെ ഉള്ളത്
ഇവിടെ ഇപ്പം ഓരോ കാലത്തിലും ലോകത്തെ നിയന്ത്രിക്കാനും ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും അള്ളാഹു ചിലരെ ചുമതലപ്പെടുത്തും. ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈ മനുഷ്യനെയാണ്. ആ മനുഷ്യനെ നേരിൽ കണ്ടിട്ടുള്ളവരാണ് ഞാൻ. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞ് വർഷങ്ങളായി യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഭാര്യയുടെ 5ാമത്തെ ഡെലിവറി പ്രസവമാണ് വീട്ടിൽ വെച്ച് നടന്നത്. ആ സ്ത്രീ ആ പ്രസവത്തോടനുബന്ധിച്ച് 3 മണിക്കൂറോളം രക്തം വാർന്ന് ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോകാതെ അവിടെ കിടത്തി അവർ മരണപ്പെട്ടു. ഇത് വന്നപ്പോൾ കണ്ടില്ലേ ഇസ്ലാം, കണ്ടില്ലേ മുസ്ലിമീങ്ങളുടെ സ്വഭാവം. ഒരു സ്ത്രീയെ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാതെ ചികിത്സിക്കാതെ കൊന്നുകളഞ്ഞു, മരണപ്പെട്ടു എന്നുള്ള നിലയിലുള്ള വിവാദങ്ങൾ. ഇതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്, വടി കൊടുക്കാൻ നമ്മൾ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മളിൽ പലരും നിലകൊള്ളുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആത്മീയ തട്ടിപ്പ്, ചൂഷണം, അതൊക്കെ ഞാൻ സൂചിപ്പിച്ചു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില വിലയിരുത്തലുകൾ വന്നു. അത് അതിലും വലിയ അപകടമായി. അത് ചില ആൾക്കാർ, ഈ പറഞ്ഞ സ്വഭാവമുള്ള ആൾക്കാരാണ് അത് വിശദീകരിച്ചത് മുഴുവൻ. അതിൽ ഒരു വിശദീകരണം എന്താണെന്നറിയുമോ? എനിക്ക് എൻ്റെ ഭാര്യ 10 മക്കളെ പ്രസവിച്ചു, ഒന്നുപോലും ആശുപത്രിയിൽ പോയിട്ടില്ല. ഒരാളുടെ അവതരണം. മറ്റൊരാൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ആന എത്രയോ പ്രസവിക്കുന്നു, അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണോ പ്രസവിക്കുന്നത് എന്നോട് ചോദ്യം. വേറൊരാളിന്റെ വക വന്ന് എന്താണെന്നറിയാവോ? 4 വർഷം വരെ ഗർഭദശയിൽ കുഞ്ഞുങ്ങൾ കിടന്നുകൊള്ളും, അതുകൊണ്ടൊന്നും ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അത് നിസ്സാരക്കാരനൊന്നും അല്ലിട്ടും അത് പറഞ്ഞത്. ഇതൊക്കെ എവിടുന്ന് എടുത്ത് പറയും? ഇത് പറയുമ്പോഴേക്കും അംഗീകരിക്കാനും തക്ബീർ ചെല്ലാനും ഇത് ശരിയാണ് എന്ന് വിഴുങ്ങാനും മാത്രം ഈ അന്ധവിശ്വാസികൾ ഈ ജനതയെ ഇങ്ങനെ കൈക്കലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ. ഓരോരുത്തർക്ക് പ്രസവം എവിടെയാണ്? വീട്ടിൽ വേണോ? വീട്ടിൽ പ്രസവിച്ചോ? ആശുപത്രിയിൽ പോണോ? ആശുപത്രിയിൽ പോയിക്കോ? ഇതൊന്നും നമുക്ക് ഇന്നടത്തെ പാടുള്ളൂ എന്നുള്ള വാദമൊന്നും നമുക്കില്ല. പക്ഷെ കൊന്നുകളയരുത് മനുഷ്യരെ. അതെന്തോ മതത്തിന്റെ ലേബിളാണ്, മതമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യരെ കൊന്നുകളയരുത്. അതേ നമുക്ക് പറയാനുള്ളൂ. എവിടെ വേണമെങ്കിലും ആയിക്കോ. പക്ഷേ പരിശുദ്ധ ഇസ്ലാം ഈ വക രംഗങ്ങൾ അതിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ ഈ 4 വർഷം ഒരു കുഞ്ഞ് എവിടെയെങ്കിലും കിടന്നു എന്ന് അത്യപൂർവമായ ഒരു വിഷയമെങ്കിലും എവിടെങ്കിലും ലോകത്ത് നടന്നതായി ഒന്ന് തെളിയിക്കപ്പെടുക, അല്ലെങ്കിൽ മതത്തിന്റെ പിന്തുണ അതിനുണ്ട് എന്നുള്ള രൂപത്തിലെങ്കിലും വരാൻ കഴിയുക. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്താണ് ഗർഭാവസ്ഥയെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഒന്ന് സൂറത്ത് അഹ്ഖാഫിലെ 15-ാമത്തെ വചനവും ഒന്ന് സൂറത്ത് ലുഖ്മാനിലെ 14-ാമത്തെ വചനവും. ഈ 2 വചനങ്ങളിലും ഗർഭധാരണവും കുട്ടികൾക്ക് മുലകൊടുത്ത് വളർത്തുന്നതുമായ ആ കാലയളവ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞത് വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാൻ, ഗർഭം ചുമക്കലും പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടലും ഉൾപ്പെടെ 30 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അതേസമയം സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ വചനത്തിൽ വഫിസാലുഹു ഫി ആമൈനി എന്നാണ് പറഞ്ഞത്. ഗർഭം ചുമന്ന് പ്രസവിച്ച് അതിനുശേഷം പാലൂട്ടി വളർന്ന് 2 വർഷമായിട്ടാണ് അവിടെ പറഞ്ഞത്. മൊത്തത്തിൽ നാം പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം 6 മാസവും 30 മുതൽ 34 വരെയുള്ള മാസങ്ങളായി മാറി മാറി വരാവുന്ന ഒരു കാലയളവിനെ കുറിക്കുന്നതിന് വേണ്ടി ഒരു സാമാന്യമായ രൂപത്തിൽ ഖുർആൻ പറഞ്ഞതാണ് 30 മാസം. ഇതിനപ്പുറം എവിടെയും നമുക്കൊന്ന് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ മൂപ്പര് പറഞ്ഞതുപോലെ ലോകത്തെവിടെങ്കിലും 4 വർഷം ഒരു കുഞ്ഞ് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിരുന്നു എന്ന് ലോകത്ത് എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, മീഡിയകളുടെ മുമ്പിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവം 4 വർഷം, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞത് ശരിയാണ് എന്ന് അങ്ങോട്ട് വിശ്വസിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് അതിന് കാര്യങ്ങൾ തെളിച്ചുകൊണ്ട് പോവുക. ഈ അവസ്ഥയാണ് ഈ അപകടങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗർഭം ധരിക്കലും പ്രസവിക്കലും ഒന്നും ഒരു രോഗമല്ല, രോഗമായിട്ടല്ല അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷെ വിശുദ്ധ ഖുർആൻ അതിന്റെ ഗൗരവത്തെ വിട്ടുകളഞ്ഞിട്ടുമില്ല. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഹമലത്തുഹു ഉമ്മുഹു ഖുർഹൻ വവദഅതുഹു ഖുർഹ. അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നതും
അവനെ പ്രസവിച്ചതും വളരെ ബുദ്ധിമുട്ടും ക്ലേശവും പ്രയാസവും അനുഭവിച്ചിട്ട് തന്നെയാണെന്ന് പറയുന്നത്. അത് അള്ളാഹു ഒരു സ്ത്രീയിൽ ഊട്ടിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: ഗർഭം ധരിക്കുക, പ്രസവിക്കുക, കുഞ്ഞിന് മുലയൂട്ടുക. ഇത് 3 സ്ത്രീകൾക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള പ്രകൃതിപരമായ കാര്യമാണ്. പുരുഷന്മാരെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ അവളുടെ ഒരു വലിയ അനുഗ്രഹം അതാണല്ലോ. ഒരു പെൺകുട്ടി വിവാഹിതയായി കഴിഞ്ഞാൽ അവൾ പ്രസവിക്കുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന അങ്കലാപ്പ് നമുക്ക് ആർക്കും ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള ബേജാറാണ്. കാരണം ആ പെണ്ണിന് താനൊരു മാതാവാണ് എന്ന് തെളിയിക്കാനുള്ള ആശയും പ്രതീക്ഷയുമാണ് അങ്ങേയറ്റമുള്ളത്. അത് കിട്ടാതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവൾക്കും ഉണ്ടാകുന്നു, അവളുടെ ഭർത്താവിനുണ്ടാകുന്നു, അവളുടെ കുടുംബത്തിനുണ്ടാകുന്നു. ഇതൊക്കെ നാം അനുഭവിക്കുന്നു, കേൾക്കുന്നു. പിന്നെ അതിനു വേണ്ടിയുള്ള ചികിത്സ, പ്രാർത്ഥന, ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു. അത് അള്ളാഹു അവരിൽ ഊട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിസ്സാരമായി കാണുന്നില്ല. ഗൗരവത്തോടു കൂടി തന്നെയാണ് ഖുർആൻ 2 സ്ഥലങ്ങളിലും പറഞ്ഞത്. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണം അനുഭവിച്ചുകൊണ്ടാണ് ഗർഭം ചുമന്നതും പ്രസവിച്ചതും എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ അതിനൊരു കാഴ്ചപ്പാട് വ്യക്തമാക്കി നിർത്തും. പിന്നെ പ്രസവം എന്ന് പറയുന്നത് നോർമലായി കിട്ടുക, സുഖകരമാവുക എന്നുള്ളത് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും. കാരണം ഒരു ദുരിതത്തിലേക്കും പ്രയാസത്തിലേക്കും എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഹോസ്പിറ്റലിലൊക്കെ പണ്ട് കാലത്ത് ഈ പറയുന്നതൊക്കെ ശരി, എത്രമാത്രം ഹോസ്പിറ്റൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയധികം വളരുന്നതിനൊക്കെ മുമ്പ് വീടുകൾ പ്രസവിച്ചിട്ടുണ്ട്. അതിനൊരു കുഴപ്പമില്ലാത്ത നിലയിൽ പോയിട്ടുണ്ട്. ഇതൊന്നും നിഷേധിക്കുന്നില്ല, ഇന്നും നടക്കുന്നുണ്ടാകും. പക്ഷേ വീട്ടിലെ ആകാവൂ, ആശുപത്രിയിൽ പോകേണ്ടതില്ല. അതിന് അക്യൂപങ്ചറോ അതുപോലെ യുനാനിയോ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദമോ മതി എന്നുള്ള കാഴ്ചപ്പാട് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. തന്നെയുമല്ല, ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന, യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾ ആ മനുഷ്യനെ കുറിച്ച്, കോഴിക്കോട് ജില്ലക്കാരനായ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു പരത്തുന്ന ഒരുപാട് കള്ള കറാമത്തുകളുണ്ട്. ആ കറാമത്തുകളിൽ ഒന്ന്, സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന്റെ ഒരു മുരീദ് ജയിലിലടക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി. അപ്പോഴേക്കും അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ജയിലിന്റെ മുറി തുറന്ന് അയാളെ മോചിപ്പിച്ചു. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ. ഇത് കേൾക്കുമ്പോഴും അപ്പോന്ന് വിചാരിക്കും അറിവില്ലാത്ത ആളുകൾ, ഇതാണ് അന്ധവിശ്വാസം വിറ്റ് പൈസയാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. എന്നിട്ടോ ഈ മനുഷ്യന്റെ ഭാര്യയാണ് മരണപ്പെട്ടത്. എന്തേ മൂപ്പര് വന്ന് ജീവിപ്പിച്ചില്ല? മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആളാണ് എന്ന് പറയാറുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. എഴുതുമില്ല, പറയാൻ തന്നെ നാവ് അടയ്ക്കുന്നത്. മരിച്ചവരെ, അതാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, തുമ്മ യുമീതുനി തുമ്മ യുഹീൻ. എന്നെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അള്ളയാണ്. അതിനെത്ര ഘടകവിരുദ്ധമായ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ മരിച്ചവരെ ജീവിപ്പിച്ചു. ഗർഭസ്ഥ ശിശു പെണ്ണാണെങ്കിൽ അതിനെ ആണാക്കി മാറ്റി. ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ എന്തേ 3 മണിക്കൂറോളം രക്തം വാർന്നൊഴുകിയിട്ടൊന്ന് പിടിച്ചു നിർത്താൻ മൂപ്പർക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ പാടുണ്ടോ നമുക്ക്? അല്ലെങ്കിൽ ചോദിക്കേണ്ടതില്ലേ നമ്മൾ? ഇനി തന്നെയുമല്ല, മരണപ്പെട്ടു മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് അതിനെ ജീവിപ്പിച്ചില്ല? ഇനി തന്നെയുമല്ല, ഈ പറഞ്ഞ ആളിപ്പം ജയിലിലാണിപ്പോ. ഇനി കേസും വിസ്താരവും ഒക്കെ കഴിഞ്ഞ് വേണം പുറത്തിറങ്ങണമെങ്കിൽ. എന്തേ പലരെയും ജയിലിൽ നിന്ന് പുറത്തിറക്കി എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഈ ആളിന് ഈ ഒരു അപകടത്തിൽ കുടുങ്ങിയപ്പോ എന്തുകൊണ്ട് ഈ മനുഷ്യൻ വന്ന് രക്ഷിച്ചില്ല? എന്തുകൊണ്ട് ഈ കൗമ് ചിന്തിക്കുന്നില്ല എന്നുള്ളതാ, എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരത്തി പറഞ്ഞാൽ ഒരുപാട് പറയാൻ കഴിയും. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇങ്ങനൊരു വിഷയം ഉടലെടുത്തതോടു കൂടിയാണ് ഇസ്ലാമിനെതിരെ രോഗവും ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം എല്ലാ കാര്യത്തിലും വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയ ഒരു മതം എന്നുള്ള നിലയിൽ രോഗം വന്നാൽ ചികിത്സിക്കാനും അതിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ രോഗം വന്നാൽ ചികിത്സിക്കാതെ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്ന് പോലും ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. വലാ തുൽഖൂ ബിഅയ്ദീകും ഇല തഹ്ലുക.
ഏത് കാര്യത്തിലും ചെയ്യേണ്ടത് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോയി കൂട്ടരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. രോഗം വന്നാൽ ചികിത്സിക്കണം. ആ ചികിത്സിച്ച ഏതുമാകാം. അലോപ്പതി എങ്കിൽ അങ്ങനെ, ഹോമിയോ എങ്കിൽ അങ്ങനെ, ആയുർവേദമെങ്കിൽ അങ്ങനെ. അല്ലാതെ ഒരു മന്ത്രമോ അതുപോലുള്ള കാര്യങ്ങളോ ചെയ്തുകൊണ്ട് ഉള്ള ഒരു ചികിത്സ ഉണ്ടല്ലോ, ഉറുക്കും മന്ത്രവും ഏഴസും എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതി, അത് ഇസ്ലാമിന് പരിചയമുള്ളതല്ല. ഇസ്ലാം അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പം വേറൊരു കാഴ്ചപ്പാട് എന്താ, ഇങ്ങനെ ചെയ്യുന്നത് തവക്കുലിനെതിരാണ്. അപ്പൊ തവക്കുൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതാ വിഷയം. തവക്കുൽ എന്ന് പറഞ്ഞാൽ രോഗം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഉണ്ടാകുന്നു, അത് ഭേദപ്പെടുത്തുന്നതും അള്ളാഹു, അതുകൊണ്ട് ഇനി ഞാനൊന്നും ചെയ്യേണ്ടതില്ല, അത് അങ്ങനെ വരട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കലല്ല തവക്കുൽ. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ കഴിവിനപ്പുറം വരുന്ന കാര്യമുണ്ടല്ലോ, അത് റബ്ബിനോട് ആവശ്യപ്പെടുക. അതിനാണ് പ്രാർത്ഥന നമ്മൾ പറയുക. ഇപ്പൊ രോഗം വന്നാൽ ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക, ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യം. ഇതല്ലാത്ത വേറൊരു മാർഗവും ശരിയല്ല. ഒന്ന്. രണ്ടാമത്തെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, രോഗത്തെ ഇസ്ലാം ഒരിക്കലും നെഗറ്റീവായിട്ട് കാണുന്നില്ല. രോഗം ഒരു നെഗറ്റീവായി വിലയിരുത്തുന്നില്ല പരിശുദ്ധ ഇസ്ലാം. അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട്, അള്ളാഹുവിന്റെ തീരുമാനമായി, ഈമാനിന്റെ ശക്തി പരീക്ഷണമായി, ഈ മൂന്ന് കാര്യങ്ങളാണ് രോഗവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒന്ന്, വളരെ കൃത്യമായി നാം മനസ്സിലാക്കിയ ജീവിതത്തിന്റെ ഭാഗമാണ്. ആരോഗ്യമുള്ള ശരീരമാണോ രോഗം വരും. ആ ചില രോഗങ്ങൾ ചെറിയ മരുന്നുകൾ കൊണ്ട് മാറും, ചിലതങ്ങനെ മാറൂല, വലിയ സർജറി വേണ്ടി വരും, അല്ലെങ്കിൽ വലിയ ചികിത്സകൾക്ക് വിധേയമാകേണ്ടി വരും. അങ്ങനെയായിരിക്കും അത് മാറുക. അത് ചിലപ്പോൾ അലോപ്പതി ചികിത്സിച്ചിട്ട് മാറാത്ത ചിലപ്പോൾ ഹോമിയോപ്പതിയിൽ ഉണ്ടാകും. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നാ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ഒന്നൊഴികെ, വാർദ്ധക്യത്തിനൊഴികെ. അതിന് മരുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബാക്കി ഏത് രോഗത്തിനും മരുന്നുണ്ട്. ആ രോഗത്തിന്റെ മരുന്ന് ആ രോഗത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആ രോഗം ശിഫയാകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ചികിത്സയിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, ഒരിക്കലും നെഗറ്റീവായിട്ടല്ല രോഗത്തെ വിലയിരുത്തുന്നത് എന്ന് സൂചിപ്പിച്ചു. ഒരു മനുഷ്യനുണ്ടാകുന്ന ദുഃഖം, ക്ഷീണം, പ്രയാസം, മനോവിധ, വ്യഥ, ക്ലേശം, വ്യസനം തുടങ്ങി എന്തൊക്കെ അവനുണ്ടാകുന്നുവോ, എത്രത്തോളം അവന്റെ ശരീരത്ത് ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവന്റെ പാപമോചനത്തിന് പരിഹാരമാണെന്ന്, പാപത്തിന് പരിഹാരമാണെന്ന്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എനിക്കൊരു നല്ല തലവേദന വന്നു, ഒരു നെഞ്ചുവേദന വന്നു, ഒരു കാൽവേദന, അല്ലെങ്കിൽ ശരീരത്തിൽ താങ്ങാൻ പറ്റാത്ത ഒരു പ്രയാസമുണ്ടായി, ഞാനത് ക്ഷമിച്ചാൽ, സഹിച്ചാൽ അതിനെന്റെ പാപം പൊറുക്കും എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ രോഗം വന്ന് പാപം പൊറുപ്പിക്കാൻ പറയുന്നതല്ല, രോഗം വന്നാൽ അത് പാപമോചനത്തിന് പോലും വഴിയാകുന്നതാണ് എന്ന് പഠിപ്പിച്ച ഒരു തത്വസംഹിത. അതിന്റെ ആളുകളാണ് ഇസ്ലാമിനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത്. അതാണ് ഏറെ സങ്കടം. ഇനി മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വലൽ മുഅ്മിന ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതിയ. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ, ഒരു വിശ്വാസിനിയായ സ്ത്രീ, അവർക്ക് അവരുടെ ശരീരത്തില്, സന്താനങ്ങളില്, സമ്പത്തില് ഒക്കെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറമെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പരീക്ഷണം കഴിഞ്ഞു, അതിൽ നിന്ന് കരകയറുമ്പോഴത്തേക്ക് മറ്റേത് വരുന്നു. സ്വന്തം ശരീരത്തിൽ വരുന്നു, മക്കളിലുണ്ടാകുന്നു, സമ്പത്തിലുണ്ടാകുന്നു, അങ്ങനെ പലതിലും പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഹത്താ യൽഖല്ലാഹ തആല. അങ്ങനെ ആ പരീക്ഷണങ്ങളൊക്കെ അതിജയിച്ച് ക്ഷമയോടെ, സംയമനത്തോടെ അതിജയിച്ച് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വമാ അലൈഹി മിൻ ഖതിഅ, ഒരൊറ്റ പാപവും അവനിൽ അവശേഷിക്കില്ല എന്നാണ്. അപ്പൊ രോഗം പോലും ഒരു വിശ്വാസിക്ക് അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹം ഉണ്ടാകാൻ നമ്മൾ കൊതിച്ചുകൂടാ. ഉണ്ടാകാതിരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. രോഗമുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ടാകും. ആ പല കാരണങ്ങളിൽ ഏത് കാരണം കൊണ്ടാണ് എനിക്ക് രോഗമുണ്ടായെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് അറിയുന്ന ആൾക്കാരെ സമീപിക്കണം. അവര് പറയുന്ന, നിർദ്ദേശിക്കുന്ന ചികിത്സ നടത്തണം. ഇതേ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ. ഇതിന് വിരുദ്ധമാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എന്ന് നാം തിരിച്ചറിയുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ലികുല്ലി ദാഇൻ ദവാഉൻ പഠിച്ചു വെക്കാവുന്ന ഒരു വാക്കാണ്. ലികുല്ലി ദാഇൻ ദവാഉൻ, ഏത് രോഗത്തിനും മരുന്നുണ്ട് എന്നാണ്. ഇന്നിപ്പോ ചില മാറാരോഗങ്ങൾ എന്ന് പറയുന്നു. അതിനെന്താ കാരണം? മരുന്ന് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടില്ല. മുമ്പ് മാറാരോഗങ്ങൾ എന്ന് പറഞ്ഞിരുന്ന, വലിയ രോഗങ്ങൾ എന്ന് പറഞ്ഞിരുന്ന പല രോഗങ്ങൾക്കും ഇന്ന് മരുന്ന് കണ്ടുപിടിച്ച് ചികിത്സ വന്നതോടുകൂടി അത് മാറാരോഗമല്ലാതായി മാറി, മാറുന്ന രോഗമായി മാറി. ഇന്ന് മാറാരോഗമായി ഗണിക്കപ്പെടുന്നതിന് അനധിവിദൂരമായ ഭാവിയിൽ വൈദ്യശാസ്ത്രം അതിന്റെ മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതും മാറുന്ന രോഗമായി മാറും. അപ്പൊ അങ്ങനൊന്നില്ല. അത് ഏത് രോഗത്തിനും മരുന്നുണ്ട്. ആ മരുന്ന് ലഭിച്ചാൽ മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു ഒരു രോഗവും ഇറക്കുന്നില്ല, ഇല്ലാ അൻസല ലഹു ശിഫാഅൻ, അതിന്റെ ശമനവും ഇറക്കാതെ. അപ്പൊ അത് കണ്ടുപിടിക്കണം, ആ മരുന്നിൽ തന്നെ ലഭിക്കണം. അപ്പോഴായിരിക്കും ആ രോഗം മാറുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ എത്രയോ സംഭവങ്ങൾ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കുറെ അയറാബികളായ മനുഷ്യർ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ അലാ നതദാവാ, ഞങ്ങൾക്ക് രോഗം വന്നാൽ ഞങ്ങൾ ചികിത്സിച്ചോട്ടെ എന്നുള്ള രൂപത്തിൽ ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നഅം യാ ഇബാദല്ലാഹ് തദാവൗ, അതേ അല്ലാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ശിഫാഅൻ, ഏത് രോഗത്തിനും ശമനവും ചികിത്സയുമില്ലാതെ ഒരു രോഗവും അല്ലാഹു ഇറക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസുകൾ നിരവധിയാണ്. അപ്പൊ ഇത് പഠിപ്പിക്കുന്ന ഒരു തത്വസംഹിത, ഇതൊന്നും വേണ്ട, ഡോക്ടർക്ക് പോകണ്ട, ചികിത്സിക്കണ്ട, ആശുപത്രിയിൽ പോകണ്ട, എല്ലാം വീട്ടിൽ തന്നെ മതി, അല്ലെങ്കിൽ മന്ത്രിച്ച് ഊതിക്കൊണ്ടിരുന്നാൽ മതി. ഇപ്പം നാളെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ജീവിച്ചിരിക്കുന്ന ഒരാൾ വന്നിരുന്നുകൊണ്ട് കുപ്പിയിലെ വെള്ളത്തിലേക്ക് ഊതി കൊടുക്കുക, എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ, ഇത് കുടിച്ചാൽ ക്യാൻസർ മാറുന്ന. ഈ ആശുപത്രിക്ക് നമുക്ക് പൂട്ടായി, അതല്ലേ നല്ലത്? എന്തിനായി ബുദ്ധിമുട്ടി ലക്ഷങ്ങളും കോടികളും മുടക്കി വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും ആധുനികമായ കാര്യങ്ങൾ വരെ കണ്ടെത്തി ക്യാൻസർ ഇല്ലാതാക്കാനുള്ള മാർഗം പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മൂപ്പരുടെ ഊതിയ വെള്ളം കുടിച്ചാൽ പോരെ? ഇതൊന്നും നമ്മൾ ആരും ചിന്തിക്കൂല. കാരണം അന്ധവിശ്വാസം അങ്ങനെ മനുഷ്യനെ കൊണ്ടുപോയി ആക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. പേരിപ്പ ഞാൻ ഇവിടെ വെച്ച് പറയുന്നില്ല, ആരെങ്കിലും ചോദിച്ചാൽ രഹസ്യമായിട്ട് പേര് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അവസ്ഥ. അപ്പൊ ഇതൊക്കെ എവിടെ കിടക്കുന്നു, ഇസ്ലാം എവിടെ കിടക്കുന്നു എന്ന് നാം തിരിച്ചറിയുക. ഇനി എത്രയോ സംഭവങ്ങൾ പ്രവാചകൻ തന്നെ, ഒരു സംഭവം കൂടി നാം ശ്രദ്ധിക്കുക. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കരിക്കാൻ, ഇശായിരിക്കാം രാത്രി നമസ്കാരം എന്നാ പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ പ്രവാചകൻ തന്റെ കയ്യ് സുജൂദിൽ പോകുമ്പോൾ കൈ ഇങ്ങനെ വെച്ചു, നിലത്ത് വെച്ചപ്പോൾ ഒരു തേള് കുത്തി പ്രവാചകനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെരുപ്പെടുത്ത് ആ തേളിനെ കൊന്നു. ഇപ്പൊ നമുക്കൊക്കെ സംശയം വരും, നമ്മുടെ ചെരുപ്പൊക്കെ പുറത്തേ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ വെച്ച് തേള് കുത്തി അങ്ങനെ അടിച്ചുമില്ല, അതല്ല അന്നത്തെ പള്ളി നിങ്ങൾ മനസ്സിലായിക്കോ. കാരണം ചെരുപ്പ് ഊരി വെച്ചിട്ട് അവിടെ നിന്ന് നിസ്കരിക്കലാണ് ചെയ്യുക. കാരണം മണലാണ്, വേറെ സൗകര്യമൊന്നുമില്ല, ഇന്നത്തെ മാതിരിയൊന്നും അല്ലല്ലോ. അപ്പൊ അങ്ങോട്ട് കൊന്നു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരമൊക്കെ കഴിഞ്ഞ്, നമസ്കാരത്തിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, തേളിന്റെ കാര്യം നോക്കിയേ, നബി ആണെന്നോ നബി അല്ലാത്തവരാണെന്നോ നമസ്കരിക്കുന്നവനാണെന്നോ നമസ്കരിക്കാത്തവനാണെന്നോ ഒന്നും ഒരു തോന്നലുമില്ല, അങ്ങോട്ട് കുത്തി. പ്രവാചകന്റെ പ്രയോഗമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, കുറച്ച് വെള്ളവും, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉപ്പ് ആ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം ആ തേള് കുത്തിയ ഭാഗത്ത് ആ വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് തടയിയതിനു ശേഷം സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓതി പ്രാർത്ഥിച്ചു. ഇത് ഹദീസിൽ കാണുന്ന ഒന്നാണ്. ഇപ്പൊ തേള് കുത്തിയാൽ ചിലപ്പോ അതിന് വല്ലതും മരുന്നുണ്ട്. നമ്മുടെ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അവർക്കറിയാമായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം, ഉപ്പ് വെള്ളം കൊണ്ട് അതിന് ഭേദമുണ്ടാകാം. അതായിരിക്കാം പ്രവാചകൻ അന്ന് അങ്ങനെ ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ വാദിക്കുകയാണ്,
എന്നെ ഒരു തേള് കുത്തിയാൽ ഞാൻ ഒരു ചികിത്സയ്ക്കും പോകൂല. പ്രവാചകന് തേള് കുത്തിയപ്പോൾ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് പ്രവാചകൻ സൂറത്തുൽ ഫലക്കും നാസും ഓതി ഭേദപ്പെടുത്തി, അതുകൊണ്ട് എനിക്കത് മതി, ഞാൻ ആശുപത്രിയിലൊന്നും പോണില്ല എന്ന് പറഞ്ഞാൽ അതാണ് അപകടം. ഇതാണ് നമ്മൾ വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതുകൊണ്ടുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു. ഇതൊന്നും വഹിയിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഇതൊക്കെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായി മതവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം വഷളാവുക. ഇപ്പൊ പ്രവാചകന്റെ ഒരു ചികിത്സയാണ്. ഇപ്പം തിബ്ബുൻ നബി എന്ന് പറയുന്ന ഒരു പിന്നെ വിഭാഗം തന്നെയുണ്ട് പ്രവാചകന്റെ ചികിത്സ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് മാത്രമേ ഇക്കാലത്ത് പാടുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അന്ന് നടന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുമല്ല, പ്രവാചകന്റെ മരണാസന്നമായ ആ രോഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുമ്പോൾ അറേബ്യയിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും മദീനയിലും മറ്റു പരിസരങ്ങളിലുമുള്ള പല ഭാഗങ്ങളിൽ നിന്നും അറബികളും അനറബികളുമായ ഒരുപാട് വൈദ്യന്മാർ പ്രവാചകനെ കാണാൻ വരികയും ഓരോരുത്തരും ഓരോ മരുന്നും കുറിച്ചു കൊടുക്കുകയും ആ കുറിച്ചു കൊടുത്ത മരുന്ന് പ്രവാചകന് നൽകി ഞാൻ പ്രവാചകനെ ചികിത്സിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. രോഗവും ചികിത്സയും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ്. അല്ലാതെ ഊതി തീർക്കലോ അല്ലെങ്കിൽ ഓതി തീർക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇട്ട് രക്തം മാറുന്ന ഒഴുക്കിക്കളഞ്ഞ് കൊന്നുകളയലോ ഒന്നും അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്ക് ഫഇദാ മരിളതു ഫഹുവ യശ്ഫി, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എന്നെ സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. ആ സുഖപ്പെടുത്തുന്നതിന് അതിന്റെ ചികിത്സയും അതിന്റെ പ്രാർത്ഥനയും ആവശ്യമാണ് എന്നാണ് പ്രവാചകൻ ഇതിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ മാർഗം. മറ്റു മാർഗങ്ങൾ പുൽകിക്കൂടാ. സർവശക്തനായ റബ്ബ് സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പ്രാർത്ഥനകളും രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം. അതല്ല, ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നതായി പ്രവാചകൻ ജീവിതത്തിൽ കാണാം. അത് ഇത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ ആഫിനി ഫി നഫ്സി, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ. ഇതാണ് അതിന്റെ ആശയം. അല്ലാഹുവേ, എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണം. അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, എന്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണം. അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, എന്റെ കാഴ്ചക്ക് നീ ആഫിയത്ത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ 3 പ്രാവശ്യവും വൈകുന്നേരം 3 പ്രാവശ്യവും അള്ളാഹുവിനോട് ശരീരത്തിന്റെയും കേൾവിയുടെയും കാഴ്ചയുടെയും ആഫിയത്ത് നിലനിർത്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതായി ഹദീസുകളിൽ കാണാം. നമുക്കും അത് ചെയ്യാം. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള ജീവിതമാണ്. ഒരു രോഗവും വരാതെ, ഒരു വേദന പോലും ശരീരത്തിൽ അനുഭവപ്പെടാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചു കൂട്ടാം എന്ന് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് നാമെങ്കിൽ ഭൗതികമായ എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, വളരെ ചെറിയ പ്രാർത്ഥനയാണ്. അപ്പൊ അത് നാം ചെയ്യുക. അള്ളാഹുവിനോട് ആരോഗ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. ആരോഗ്യം കാത്തു സംരക്ഷിക്കുക. രോഗം വരാതിരിക്കാൻ ശ്രമിക്കുക. രോഗം വന്നാൽ ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് ഉത്തരം നൽകും, ശമനം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുവാനും മരിക്കുവാനും
നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവരുടെ പരീക്ഷണങ്ങളിൽ നിന്ന് കരകയറാൻ അല്ലാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേർ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരുണ്ട്. അവരുടെ ഒക്കെ വസിയ്യത്തിൽ ഉൾക്കൊള്ളുന്നത് എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാം. അവനത് സ്വീകരിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും നന്നാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ വേദനകളെ അല്ലാഹു ഇല്ലാതാക്കി കൊടുക്കുമാറാകട്ടെ. കടങ്ങൾ പേറി ജീവിക്കുന്നവരുടെ കടങ്ങളിൽ നിന്ന് മോചിതരാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ സർജറിയൊക്കെ കഴിഞ്ഞ് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് അല്ലാഹു എത്രയും വേഗം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും എന്നും എപ്പോഴും അല്ലാഹു എല്ലാവിധത്തിലുള്ള നന്മകളും ബർക്കത്തും നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ ശർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.